ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ റമദാനിൻ്റെ 3-ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ 2 നോമ്പുകളും സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമായി അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുമാറാകട്ടെ. നമുക്ക് മരണത്തെ സംബന്ധിച്ച് അതിനു മുമ്പ് സ്വാഭാവികമായും ഒരു മനുഷ്യനെ ബാധിക്കുന്ന രോഗത്തെ സംബന്ധിച്ച് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടത് അതിനുവേണ്ടി നാം ഒരുങ്ങുകയും പഠിക്കുകയും ചെയ്യണം. ഒരു രോഗി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ന് നമുക്ക് രോഗികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായ വസിയ്യത്തിനെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമുക്കൊക്കെ അറിയാം, മരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടത് രോഗം കഠിനമാകുമ്പോൾ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഏറി വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടുന്നത് എല്ലാ ബാധ്യതകളും തീർത്ത് മരണത്തിനൊരുങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, കും ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിരി സബീൽ. ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ വഴിപോക്കരാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ബാക്കി വെച്ച് പോകേണ്ടവരല്ല, ഇനി പോകാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ട സ്വഹാബത്ത് അതങ്ങനെ തന്നെ ഉൾക്കൊണ്ടു. ഈ ഹദീസ് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാ. നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾ വല്ലാതെ വെക്കേണ്ടതില്ല. വൈകുന്നേരമായാൽ നേരം പുലരുമെന്ന പ്രതീക്ഷയും വെക്കേണ്ടതില്ല. ഇങ്ങനെയാണ് മനുഷ്യജീവിതം. ആ ഒരു ഉൾക്കൊള്ളൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് വസിയ്യത്തുകളെ സംബന്ധിച്ച് തന്നെയാണ്. പലപ്പോഴും വസിയ്യത്ത് എന്ന് പറയുന്നത് ഏതോ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഏതെങ്കിലും ചില മുതലാളിമാർക്ക് മാത്രമുള്ളതാണ് വസിയ്യത്ത്. അതല്ലെങ്കിൽ എന്തൊക്കെയോ ചില ബാധ്യതകൾ ഏറ്റെടുത്ത ആളുകൾക്ക് മാത്രമുള്ളതാണ് വസിയ്യത്ത്. അത്തരമൊരു ചിന്ത നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വസിയ്യത്ത് എന്ന ആ പദം നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, പഠിപ്പിച്ചു തരുന്നത് പോലെ തന്നെ വെറും ഒരു ഉപദേശമല്ല അത്. സാധാരണയായിട്ട് നമ്മൾ വസിയ്യത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത് മരിക്കുന്ന ആ ഒരു മരണത്തിൻ്റെ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മരണശേഷം ചെയ്യേണ്ടുന്നത്, അതേപോലെ തന്നെ യാത്രക്കൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് തോന്നലുണ്ടാകുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശങ്ങൾക്കൊക്കെയാണ് വസിയ്യത്ത് എന്ന് പറയുക. ഇത് വസിയ്യത്തുകൾ 2 തരം വസിയ്യത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രോഗികളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സാമ്പത്തികമായിട്ടുള്ള വസിയ്യത്തുകൾ തന്നെയാണ്. അതായത് നമ്മുടെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മരിക്കുന്ന സമയത്ത് നമുക്ക് വസിയ്യത്ത് ചെയ്യാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ പുണ്യത്തിന് വേണ്ടി, എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് സാമ്പത്തികമായിട്ട് നമ്മുടെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കാൻ വസിയ്യത്ത് ചെയ്തു വെക്കുക എന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാരൊക്കെ വസിയ്യത്ത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഈ വസിയ്യത്തിൻ്റെ ആയത്ത് കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യ ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ എന്ന ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നത്, കുത്തിബ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയിരുന്നു. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നതാണല്ലോ. അങ്ങനത്തെ വെറും ഒരു സാധാരണ നിർബന്ധമാക്കലിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു നിർബന്ധമാക്കലിൻ്റെ സ്വരമാണതുള്ളത്. പിന്നെ ഹക്കൻ അലൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞത്, അതൊന്നും മൻസൂഖായി പോയതല്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണ്
പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വത്തിൽ നിന്ന് ആ ഒരു ആയത്തിനെ അന്വർത്ഥമാക്കി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് നമ്മൾ വസിയ്യത്ത് ചെയ്തു വെക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏറിയാൽ എത്ര വരെ ആകാം വസിയ്യത്ത്? നമ്മുടെ ആകെ സ്വത്തിൻ്റെ ബാധ്യതകൾ കഴിച്ച് 1/3 വരെ കൊടുക്കാം. നമ്മുടെ ആകെ സ്വത്തിൻ്റെ ബാധ്യതകളൊക്കെ കഴിച്ചിട്ട് 1/3 വരെ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാവുന്നതാണ്. കുടുംബങ്ങൾക്ക് വേണ്ടിയോ അതേപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയോ മൊത്തത്തിൽ നാട്ടുകാരായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയോ മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി തുടങ്ങി പല കാര്യങ്ങൾക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തു വെക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന് ഒരൗദാര്യമായിട്ടൊരു കാര്യം നൽകിയിട്ടുണ്ട്, തൻ്റെ സ്വത്തിൻ്റെ 1/3 പരലോകത്തേക്ക് പോകാൻ. അതെങ്ങനെ? തൻ്റെ സ്വത്തിൻ്റെ 1/3 അള്ളാഹു അവന് ദാനം ചെയ്തിരിക്കുന്നു. അതെങ്ങനെ? വസിയ്യത്ത് ചെയ്തു വെക്കാം. അവനവൻ വസിയ്യത്ത് ചെയ്തത് അവനവൻ്റെ ഖബറിലേക്കുള്ളതാണ്, അവനവൻ്റെ സൽക്കർമ്മത്തിലേക്ക്, ആ തുലാസിലേക്കുള്ളതാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ഇതാണ്. കാരണം രോഗം മരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, അഥവാ ആ രോഗം അങ്ങനെ മൂർച്ഛിച്ച് മരിക്കുന്ന രൂപത്തിലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തിയാൽ എൻ്റെ സ്വത്തിൽ എനിക്ക് വലിയ അവകാശമൊന്നുമില്ല. എൻ്റെ സ്വത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിൽക്കാൻ പോലും പറ്റൂല എന്നാ. അങ്ങനത്തെ സ്വത്തിലാണ് 1/3 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ദാനം ചെയ്യാമെന്ന് അള്ളാഹു അനുവദിച്ചത്. അവനൻ്റെ സ്വത്ത് തന്നെ ആ ഒരു ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ വലിയ അവകാശമൊന്നുമില്ല. അത് വേറെ പലർക്കും ആയിക്കഴിഞ്ഞ് നമ്മുടെ മരണാണ്ട് സംഭവിക്കണം, അപ്പോഴേ അവരുടെ കയ്യിലേക്കാണ്ട് എത്തുള്ളൂ എന്നുള്ളൂ. നമ്മളെ കയ്യിൽ നിന്നാണ്ട് പോയും ചെയ്ത് അവരെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ അപ്പം നിൽക്കണത്. അതുകൊണ്ട് അതിൽ നിന്ന് 1/3 നമുക്ക് കിട്ടും, അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വേഗത്തിൽ രോഗവും വാർദ്ധക്യ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഓർമ്മയിൽ വരേണ്ടതാണ്. അതിൽ കൂടുതലൊന്നും വൈകിപ്പിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖ്ഖു മ്രിഇൻ മുസ്ലിമിൻ ബിയബീതു ലൈലതൈനി വലഹു ഷൈഉൻ യുരീദു അൻ യൂസി ഫീഹി ഇല്ലാ വവസിയ്യതുഹു മക്തൂബത്തുൻ ഇൻദ റഅസിഹി. ഒരു മനുഷ്യൻ അവന് എന്തെങ്കിലും ഒന്ന് അള്ളാൻ്റെ മാർഗത്തിൽ വസിയ്യത്ത് ചെയ്യാൻ താല്പര്യമുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ അവൻ അത് വൈകിപ്പിക്കരുത്. ആ ഒരു ഓർമ്മയും ആ ഒരു നീയത്തും മനസ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൈകിപ്പിക്കരുത്, അത് എഴുതി വെക്കണം, അതിന് സാക്ഷികളെ നിർത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എഴുതി എൻ്റെ തലേണ്ട ചോട്ട് വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നാൽ വസിയ്യത്ത് ചെയ്തേക്കുക, എൻ്റെ ഇളയ മോനക്ക് ഇത്ര, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറ്റൂല. നമ്മൾ വസിയ്യത്ത് ചെയ്യണുണ്ട് എങ്കിൽ ആ വസിയ്യത്ത് നമ്മൾ മരിച്ചാൽ സ്വത്ത് കിട്ടുന്ന ഒരാൾക്കും വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. ഞാനാണ്ട് മരിച്ചാൽ എൻ്റെ സ്വത്ത് ആർക്കൊക്കെ കിട്ടും? എൻ്റെ വാപ്പാക്ക് കിട്ടും, എൻ്റെ ഉമ്മാക്ക് കിട്ടും, അതേപോലെ തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടും, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടും. അപ്പോൾ ഇവരൊക്കെ സ്വത്തിന് അവകാശികളാണ്. എൻ്റെ ആൺമക്കളും വാപ്പയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ സഹോദരന് കിട്ടൂല എങ്കിൽ സഹോദരന് ഇത്ര കൊടുക്കണം എന്നെനിക്ക് ചെയ്തു വെക്കാം. എന്നാൽ ആർക്ക് ഞാൻ മരണപ്പെട്ടാൽ സ്വത്ത് കിട്ടുമോ ആ ആളുകൾക്കൊന്നും എനിക്ക് വസിയ്യത്ത് ചെയ്തു വെക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയ്യത ലിവാരിസിൻ. അവിടെ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലുമല്ല, ഇന്ന മോനക്ക് കൊടുക്കണം, മറ്റേ ഇന്ന ആൾക്ക് കൊടുക്കണം, അത് നിങ്ങളാരും ചോദിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ വസിയ്യത്ത് ചെയ്യാനേ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമായൊരു കാര്യമുണ്ട്. നമ്മുടെ മോൻ മരിച്ചിട്ടുണ്ട്, ആ മോൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്, വല്ലിപ്പയാണ് ഞാൻ എങ്കിൽ വല്ലിപ്പയും വല്യമ്മയുമായി നിൽക്കുന്ന നമ്മളിരിക്കെ നമ്മുടെ മക്കൾ മരിച്ചു, ആ മക്കളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കും വേണ്ടി നമ്മൾ വസിയ്യത്ത് ചെയ്താൽ മാത്രമേ സ്വത്ത് കിട്ടുള്ളൂ.
അതുകൊണ്ട് അങ്ങനത്തെ വല്ല വല്യപ്പമാരും വല്യമ്മമാരും ഉണ്ട് എങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് നിർബന്ധമായും അവർ വസിയ്യത്ത് ചെയ്യണം. അതവർക്കുള്ള പുണ്യമാണ്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, ഇന്നവർക്ക് കൊടുക്കരുത്, ഓനക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവകാശികളായ ഒരാൾക്ക് കിട്ടരുത് എന്ന നിലക്ക് വല്ല പ്രവർത്തനവും വല്ല വസിയ്യത്തും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ആ മനുഷ്യൻ അവിടെ മരിക്കാൻ നേരത്ത് കുറ്റം ചെയ്തു പോവുക. വസിയ്യത്തിൻ്റെ കാര്യം ഭയങ്കര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്തിട്ട് സ്വർഗത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അവസാനം അവൻ വസിയ്യത്തിൽ അനന്തരാവകാശത്തിൽ വസിയ്യത്ത് കൊണ്ട് തിരിമറി നടത്തിയിട്ട് തെറ്റായ വസിയ്യത്തുകൾ ചെയ്തിട്ട് അവൻ അതുകൊണ്ട് നരകത്ത് പോകുന്ന പോകും. അതുകൊണ്ട് അങ്ങനൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്നത്. അതേപോലെ തന്നെ വേറൊന്നാണ് സാമ്പത്തിക രംഗത്ത് തന്നെയുള്ള ഒരു വസിയ്യത്തിൻ്റെ വീട്ടാൻ കഴിയാത്ത നമ്മുടെ കടങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ സ്വത്തിൽ നിന്ന് എടുത്തു വീട്ടണമെന്നും അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് എൻ്റെ സ്വത്ത് കൊണ്ട് തയ്യില്ല, നിങ്ങളൊക്കെ കൂടി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതെന്താ? വസിയ്യത്ത് ഈ സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, ദീനീ കാര്യങ്ങളിൽ ചില വസിയ്യത്തുണ്ട് അല്ലേ? പ്രവാചകന്മാരൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളെ അടുത്ത് വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ പറയുന്നത് കാണാം, വവസ്വാബിഹ ഇബ്രാഹിമു ബനീഹി വയാക്കൂബ്. ദീന് കൊണ്ട് വസിയ്യത്ത് ചെയ്യാണ് ആര്? ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരൊക്കെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് എന്താ പറയുന്നത്? യാ ബനിയ ഇന്നല്ലാഹു അസ്തഫ ലക്കുമുദ്ദീൻ, ഈ ദീന് അള്ളയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത്, നിങ്ങളെ കഴിവുകൊണ്ട് യോഗ്യത കൊണ്ടും കിട്ടിയതൊന്നുമല്ല. നമ്മളത് മനസ്സിലാക്കേണ്ടത് അത് തന്നെ. നമ്മുടെ കഴിവുകൊണ്ട് യോഗ്യത കൊണ്ടൊന്നും കിട്ടിയതല്ല ഈ ദീന്. ഇബ്രാഹിം നബിൻ്റെ മോനായതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന് ഒരാളും വിചാരിക്കാൻ പറ്റില്ല. യാക്കൂബ് നബിൻ്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിൻ്റെ മോനക്ക് കിട്ടിയിട്ടില്ല, ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് വസിയ്യത്ത് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളെ ഈ ദീന് കളയരുത് കേട്ടോ, ഇത് അള്ളാഹ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നതാ, നിങ്ങളായിട്ട് ഇത് കളയരുത് കേട്ടോ എന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കളെ നോക്കി വസിയ്യത്ത് ചെയ്യുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളും ചില വസിയ്യത്തുകളൊക്കെ ചെയ്യണം നമ്മുടെ മക്കളോട്. അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ, അവരുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ, പള്ളിയും കാര്യങ്ങളും കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ, ദീനും ദഅവത്തുമായിട്ട് നടക്കുന്ന വിഷയത്തിൽ, അതിന് സഹായം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ മക്കളോട്. അതൊക്കെ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മൾ കുറ്റക്കാരാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ അതിൻ്റെ സാഹചര്യം നമ്മൾ നോക്കണം. ഈ വാവിട്ട് കരയുക, എല്ലാവരും കൂടി ഒച്ച വെച്ച് കരയാന്ന് പറഞ്ഞത് നമുക്കടക്കം അതിൻ്റെ ദോഷം വരും. മരിച്ചു കിടക്കണ എനിക്ക് ശിക്ഷ ലഭിക്കുന്നൊരു സംഗതിയാണ് എൻ്റെ മക്കളും മരുക്കളും ഭാര്യയും ബാക്കിയുള്ളവരൊക്കെ കൂടി അവിടെ ഇരുന്ന് കരയാന്ന് പറയുന്നത്. ഒരു തേങ്ങിക്കരച്ചിലല്ല, വാവിട്ട് കരയൽ. അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കണം. എൻ്റെ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ അങ്ങനെ ഞാൻ മരിച്ചാൽ ചെയ്യരുത് എന്ന് പറയണം. അഥവാ നമ്മുടെ നാടിൽ, നമ്മുടെ വീട്ടിൽ, കുടുംബ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സർവ്വ തിന്മകളും അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് നമുക്ക് ഉപദേശിക്കാൻ കഴിയേണ്ടതുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് നമുക്ക് ഉപദേശിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. അതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾക്ക് കാണാൻ കഴിയുക. ഖുർആൻ പാരായണം അല്ലേ? മരിച്ചോടത്ത് ഖുർആൻ പാരായണം ചില ആളുകൾ വലിയ അവകാശത്തോടു കൂടി വന്നിട്ട് നടത്തും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുക, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഖുർആൻ പാരായണം ചെയ്യരുത്. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു വെക്കണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്കതിൻ്റെ കുറ്റമല്ല. അതേപോലെ തന്നെ ദിക്റും കണ്ണൂക്കും അതേപോലെ തന്നെ തൽക്കീനും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിക്കലും തുടങ്ങി എന്തൊക്കെ അനാചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള അനാചാരങ്ങളൊക്കെ എൻ്റെ മയ്യത്തിൻ്റെ ഞാൻ മരിക്കുന്ന സമയത്തുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വസിയ്യത്ത് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വസിയ്യത്ത് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. എന്നെ കുളിപ്പിക്കേണ്ടത് ആരാണ്? ഇപ്പം എൻ്റെ ഭാര്യയോട് നീ എന്നെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് നിങ്ങൾ എന്നെ കുളിപ്പിക്കണം എന്ന് പറയാം. അതേപോലെ തന്നെ കൂട്ടുകാർ തമ്മിൽ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുളിപ്പിക്കണം കേട്ടോ. കാരണം നമ്മുടെ രഹസ്യങ്ങൾ വളരെ രഹസ്യമായിട്ട് തന്നെ എൻ്റെ കൂട്ടുകാരൻ, അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അതങ്ങനെ തന്നെ
ഞാൻ മരണപ്പെടുന്ന സമയത്ത് പോലും എൻ്റെ ഔറത്ത് വേറൊരാൾ കാണരുത്, എൻ്റെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാകട്ടെ വേറൊരാൾ കാണാതിരിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വസിയ്യത്തുകൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഏത് വസിയ്യത്തുകളാണ് എങ്കിലും നന്മയുടെ മാർഗത്തിലേ ചെയ്യാൻ പാടുള്ളൂ. ആ വസിയ്യത്തുകൾ ഒരിക്കലും വെറുമൊരു വാക്ക് മാത്രമാകരുത്. നമ്മളതിന് സാക്ഷികളെ നിർത്തണം. 2 സാക്ഷികളെ നിർത്തിയിട്ടാണ് നമ്മൾ വസിയ്യത്ത് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് വസിയ്യത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം റബ്ബ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ.